ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പോരാടും, നിങ്ങൾക്ക് വിജയം നൽകും. അനീതിയും വഞ്ചനയും തെറ്റായ ആരോപണങ്ങളും അവഗണനയും മൂലം വേദനിക്കുന്നവർക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൽ നിന്നും സൗഖ്യവും അനുഗ്രഹവും ലഭിക്കുന്നതോടൊപ്പം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെ, ആവശ്യമായ നന്മകളെ, ആവശ്യമായ സുരക്ഷിതത്വം നൽകി ഇന്നെല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 37:4-7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിനു ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നതിനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നു. അനീതി അനുഭവിച്ച് ഹൃദയം തകർന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരുണാർദ്രമായ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തെറ്റ് ചെയ്യാതിരുന്നിട്ടും കുറ്റപ്പെടുത്തപ്പെട്ടവരുണ്ട്, സത്യം പറഞ്ഞിട്ടും വിശ്വസിക്കപ്പെടാതിരിക്കുന്നവരുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരം ലഭിക്കാത്തവരുണ്ട്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരും മറക്കപ്പെട്ടവരുമായ അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നുണ്ട്. അവരുടെ ഓരോ കണ്ണുനീരും അങ്ങ് കാണുന്നുണ്ടെന്നും ഓരോ നെടുവീർപ്പും അവിടുന്ന് കേൾക്കുന്നുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങും ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ധാരാളം അനീതി സഹിച്ചു. കുറ്റമില്ലാതിരുന്നിട്ടും കുറ്റവാളിയെപ്പോലെ അവിടുന്ന് വിധിക്കപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളുടെ വേദന അങ്ങ് മനസ്സിലാക്കുന്നവനാണ്. ഇന്ന് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അനീതിയുടെ ഇരുട്ടിനെ അങ്ങയുടെ പ്രകാശം അയച്ച് നീക്കിക്കളയണമേ. അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി ഇന്ന് തുറന്നു തരണമേ. നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ നൽകണമേ. തകർന്നു പോയ പ്രതീക്ഷകൾക്ക് പുതിയ ജീവൻ നൽകണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ പ്രതികാരത്തിൻ്റെ വഴിയിലേക്ക് നയിക്കരുതേ. കാത്തിരിപ്പിൻ്റെ സമയങ്ങളിൽ കോപത്തിനു പകരം സമാധാനവും നിരാശയ്ക്കു പകരം പ്രത്യാശയും ഭയത്തിനു പകരം വിശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്, ഞങ്ങൾക്ക് കിട്ടാതെ പോയ നന്മകളെ കർത്താവിൽ നിന്നും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നു. ഇന്ന് അനീതിയാൽ വേദനിക്കുന്ന ഓരോ മകനോടും മകളോടും അങ്ങ് സംസാരിക്കണമേ. ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ വാക്കുകൾ അവരുടെ ആത്മാവിന് ശക്തിയും ധൈര്യവും ആശ്വാസവും പകരട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, കുടുംബാംഗങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ജോലികളെയും സാമ്പത്തിക ആവശ്യങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നീതിയും കരുണയും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നു. അവിടുന്ന് ശരിയായ സമയത്ത് ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഈ ദിവസം സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവികമായ ഇടപെടലിൻ്റെയും ദിവസമായിരിക്കട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീതി നിഷേധിക്കപ്പെട്ട എല്ലാവർക്കും
നീതിമാനായ ദൈവത്തിൽ ആനന്ദിക്കുവാൻ അവിടുന്ന് ഇന്ന് ഇടകൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമായ എല്ലാവർക്കും ഇന്ന് അവിടുന്ന് നീതി നടത്തിക്കൊടുത്ത് അവരുടെ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കണമേ. സുരക്ഷിതത്വം നൽകണമേ. എല്ലാ മേഖലയിലും അവർക്ക് ജീവിത സുരക്ഷിതത്വം നൽകണമേ. തെറ്റായ ബോധ്യങ്ങളിൽ നിന്നും, തെറ്റായ ചിന്തകളിൽ നിന്നും, തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിച്ച് കാത്തുകൊള്ളണമേ. ഇന്നത്തെ എല്ലാ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഇന്ന് ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളും അവിടുന്ന് അനുകൂലമായി പ്രവർത്തിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ നീതി തീർച്ചയായും നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ഭയപ്പെടരുത്. പരാജയഭീതി ഒരിക്കലും നിങ്ങളെ തകർക്കാതിരിക്കട്ടെ. കർത്താവ് കൂടെയുള്ളിടത്തോളം കാലം വിജയം നിങ്ങൾക്ക് തന്നെയാണ്. അതിനാൽ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാ കാര്യങ്ങളും ഫലപ്രദമായ രീതിയിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിച്ചിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.